കൊട്ടിയൊലിച്ചെത്തിയ ഉരുളിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഇടുക്കി ഏലപ്പാറ ചെമ്മൺ സ്വദേശി തങ്കരാജും കുടുംബവും രക്ഷപ്പെട്ടത്. ഇവർ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സമ്പാദ്യങ്ങളുമെല്ലാം ഉരുളെടുത്തു. ഒരു മൊബൈൽ ഫോണും ഉടുവസ്ത്രങ്ങളും മാത്രമാണ് ബാക്കി. ഏലപ്പാറ ചെമ്മണ്ണ് സ്വദേശി തങ്കരാജും ഭാര്യയും മകനും കുടുംബവും ഉൾപ്പെടെ 5 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. പുലർച്ചെ 5 മണിയോടെ ശുചിമുറിയിൽ പോകാനാണ് തങ്കരാജ് പുറത്തിറങ്ങിയത്. കനത്ത മഴയിൽ വീടിന്റെ പിന്നിലൂടെ മലവെള്ളവും ഒഴുകിയെത്തുന്നതാണ് ഇദ്ദേഹം കണ്ടത്. ഉടൻ തന്നെ കുടുംബാംഗങ്ങളെ പുറത്തെത്തിച്ചു. ഇരച്ചെത്തിയ മലവെള്ളം തങ്കരാജിനെ കട്ടിലിനടിയിലേക്ക് തള്ളിമാറ്റി. മനോധൈര്യം വീണ്ടെടുത്ത തങ്കരാജ് കയ്യിൽ കിട്ടിയ മൊബൈൽ ഫോണിൽ നിന്ന് അയൽവാസികളെ വിവരമറിയിച്ചു. ഇവരാണ് അരമണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ തങ്കരാജിനെ രക്ഷിച്ചത്. ലൈറ്റ് ഇട്ട് ബാത്റൂം തുറക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കാണ് എന്തോ സൗണ്ട് കേട്ട് ഞാൻ തിരിച്ച് ഹാളിൽ വന്നിട്ട് മോനെ വിളിച്ചു. അവനും പെട്ടെന്ന് എഴുന്നേറ്റ് ഹാളിൽ വന്ന് വാതിൽ തുറക്കുമ്പോഴത്തേക്ക് വാതിൽ തുറന്ന് വെളിയിൽ നോക്കുമ്പോൾ മണ്ണും എല്ലാം കൂടി ഇടിഞ്ഞ് വരുന്ന കാണുന്നത്. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു പെട്ടെന്ന് പിള്ളേരെ രക്ഷിക്കാൻ പറഞ്ഞു. അവൻ ചാടി പിള്ളേരുടെ അടുത്ത് പോയി. എന്നെ എന്തോ ഒരു ശക്തി വന്ന് തള്ളി കട്ടിക്കീഴിലോട്ട് വിട്ട് ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ തപ്പിയപ്പോഴത്തേക്ക് മൊബൈൽ കിട്ടി. അത് അടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് എല്ലാം മണ്ണ് മൂടി ഇരിക്കുക. ഞാൻ ഈ മുറിക്കകത്ത് അകപ്പെട്ട് നിൽച്ചു. ഞാൻ അരമണിക്കൂറോളം അതിനകത്ത് തന്നെ നിന്ന് പിന്നെ മുട്ടലേത്തിരുന്ന് നോക്കി ആൾക്കാരെല്ലാം വന്നാണ് ഭിത്തി ഇടിച്ച് എന്നെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി വീടും എല്ലാം കൂടി പോകുന്നതാണ് കണ്ടത്. ഒരായുസിന്റെ മുഴുവൻ സമ്പാദ്യവും ഇവർക്ക് നഷ്ടപ്പെട്ടു. ഒരു മൊബൈൽ ഫോണും ഉടവസ്ത്രങ്ങളും മാത്രമാണ് ബാക്കി. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇവർക്കറിയില്ല. എല്ലാം പോയി. ഞങ്ങളുടെ പപ്പ ഇതുവരെ സമ്പാദിച്ചതും ഞാൻ സമ്പാദിച്ചതും എല്ലാം പോയി. 3 വണ്ടികളുണ്ടായിരുന്നു. അതുപോലെ എല്ലാം ഒന്നുമില്ല. കുട്ടികൾ ഞങ്ങൾക്ക് ജീവന് മാത്രം ഒരു കുഴപ്പമുണ്ടായില്ല. ദൈവം സഹായിച്ചു. മുമ്പോട്ട് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ പപ്പാടെ ചേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ശരിക്കും ഒന്നും ഓക്കെ ആയിട്ടില്ല. പെരുമഴയിൽ ജീവിത നഷ്ടമായ ഒട്ടേറെ പേരാണ് ഇടുക്കിയിലുള്ളത്. സർക്കാർ സഹായം മാത്രമാണ് ഇനി ഇവരുടെ ഏക പ്രതീക്ഷ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.